അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് വന്ന് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത്രയും വന്നിട്ട്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് മോശം പറയാൻ ടാറ്റയിലോട്ട് ചൂസ് ചെയ്യാൻ ടിഗോർ അതുകൊണ്ട് ക്രൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ആക്സിഡന്റ് പറ്റി. നല്ല അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇത്രയും കിലോമീറ്റർ ഓടിച്ചു വന്നപ്പോൾ ഡീസൽ വേരിയന്റ് ആണ്. അപ്പോൾ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ എത്രയാണ്? പിന്നെ ഇതിനകത്ത് 360 ഇല്ല എന്നുള്ള ഒരു മിസ്സിംഗ് ആയിട്ട് അത് ശരിക്കും ഇതിന്റെ ആ ഒരു റോഡ് പ്രസൻസും പിന്നെ ഒരു റൈഡിംഗ് കംഫർട്ടും അതുപോലെ. ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്, ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടാറ്റ സഫാരിയുടെ ഡാർക്ക് എഡീഷൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി, കാരണം വണ്ടി പഞ്ചാബിൽ നിന്ന് ഓടിച്ച് നമ്മുടെ കേരളത്തിൽ വരെ, കാരണം എൻ്റെ നാട് പത്തനംതിട്ടയാണ്, പലർക്കും അറിയാവുന്ന, അപ്പോൾ പത്തനംതിട്ട വരെ ഓടിച്ച് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിച്ച് കസ്റ്റമറിനോട് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതാണ് ടാറ്റ സഫാരിയുടെ ഓണറാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ശരിക്കും ടാറ്റയിലോട്ട് ചൂസ് ചെയ്യാൻ, ടാറ്റ സഫാരി എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം ഡാർക്ക് എഡീഷൻ എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. കാരണം സഫാരിക്ക് ആദ്യം മറ്റ് കളേഴ്സൊക്കെ ആയിരുന്നു അവൈലബിൾ. അപ്പം ഡാർക്ക് എഡീഷനിലോട്ട് ചൂസ് ചെയ്യാൻ, അതും സ്പെഷ്യലി ടാറ്റ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ടാറ്റ ചൂസ് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ശരിക്കും പൊതുവേ നേരത്തെ തൊട്ട് ടാറ്റയുടെ വണ്ടികളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ടാറ്റ ഇൻഡിക്ക, അത് കഴിഞ്ഞ് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ടാറ്റയുടെ ടിഗോർ, അതുകൊണ്ട് ക്രൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ആക്സിഡന്റ് പറ്റി. നല്ല അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു ആക്സിഡന്റ്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഇത് മാത്രമേ. അത് ശരിക്കും സത്യം പറഞ്ഞാൽ ടാറ്റയുടെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ടാറ്റയുടെ വണ്ടി ചൂസ് ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ല സ്പീഡിൽ പോയപ്പോഴായിരുന്നു ആക്സിഡന്റ്, ഒരു 120. അപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ഒരു സ്പീഡിൽ പോയിട്ടും വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കാരണം ടാറ്റ സഫാരിയുടെ കാര്യമല്ല, ടിഗോർ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ടാറ്റയിലോട്ട് തന്നെ ചൂസ് ചെയ്തത്. കാരണം ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ ആ ഒരു റോഡ് പ്രസൻസും പിന്നെ ഒരു റൈഡിംഗ് കംഫർട്ടും അതുപോലെ. ഡാർക്ക് എഡീഷൻ ആയതുകൊണ്ട് ഫുള്ളി ബ്ലാക്ക് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ശരിക്കും പഞ്ചാബിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. ആണ്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് വന്ന് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത്രയും വന്ന്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് മോശം പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ AC ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കൂളിംഗ് ഒക്കെ കിട്ടും. പൊതുവെ നല്ല കംഫർട്ട്. അപ്പം പാസഞ്ചേഴ്സിനും ഭയങ്കര കംഫർട്ടായിരുന്നു. അവരൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി വന്ന്. ആണല്ലേ. അപ്പം ചെറിയ ബോഡി റോൾ അതുപോലത്തെ ഇതിന് ബോഡി റോൾ നമുക്ക് മറ്റേ വലിയ വണ്ടികളിൽ ഫീൽ ചെയ്യുന്ന അത്രയും ഫീൽ ചെയ്യത്തൊന്നുമില്ല. ചെറിയ രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ട്. കാരണം ഇതിന്റെ സസ്പെൻഷൻ റോഡുമായിട്ട് നല്ല ഒരു ഇരുത്തമുണ്ട്. നമ്മൾ സ്പീഡ് കയറി കഴിഞ്ഞാണ്ടല്ലോ നല്ല ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റോഡ് പ്രസൻസും അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റിയും ഉണ്ട്, കാരണം ഇതിന്റെ ഒരു സസ്പെൻഷനും കാരണം. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിച്ചപ്പോൾ നിങ്ങൾ ഒരു എത്ര ദിവസം എടുത്തു? ശരിക്കും 3.5 ദിവസം എടുത്തു. അപ്പം 3200 കിലോമീറ്റർ. 3200 കുറച്ച് കിലോമീറ്റർ ഒന്നുമല്ല, 3200 കിലോമീറ്റർ 3.5 ദിവസം കൊണ്ടാണ് കേരളത്തിൽ വന്നത്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല, കണ്ടിന്യൂസ് ഓടിക്കുക. ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ബ്രേക്ക് എടുത്തുള്ളൂ, അല്ലാതെ വേറെ ഉറങ്ങാനോ അങ്ങനെയൊന്നും കയറിയൊന്നുമില്ല. ഡയറക്റ്റ് വരുവായിരുന്നു. അപ്പോൾ അത്രയും ഓടിച്ചിട്ടും അതിൻ്റെതായ നമുക്ക് ആ ക്ഷീണവും അടുപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. അത് സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും ഒരു 3600 കിലോമീറ്ററോളം ഒരു ലോങ് സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പം ഒബ്വിയസ്ലി ക്ഷീണമൊക്കെ വരാം. പക്ഷേ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, സ്റ്റെബിലിറ്റി, കംഫർട്ടൊക്കെ കാരണം ക്ഷീണമൊന്നും തോന്നിയില്ല. നമ്മളിനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചു വന്നപ്പോൾ ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്, ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ എത്രയാണ്? നമുക്ക് ഹൈവേയിൽ ഒരു 15.5 16 വിത്ത് പാസഞ്ചേഴ്സും ഫുൾ AC. അവിടുന്ന് ഇവിടെ വരെ ഫുൾ AC. ലഗേജ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. ബാക്ക് റോ കംപ്ലീറ്റ് ലഗേജ് ആയിരുന്നു. തേർഡ് റോ കംപ്ലീറ്റ് ഫിൽ ആയിരുന്നു വണ്ടി. എൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പം അത്രയും വെച്ചിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൈലേജ് നമുക്ക് ലഭിച്ചു. ഈ വണ്ടി അവിടുന്ന് പഞ്ചാബിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നു. അത്യാവശ്യം ഇവിടെയൊക്കെ ഓടി ഒരു 5500 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അപ്പം ഇത്രയും ഓടിയപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് സർവീസ് ഓൾറെഡി അവിടുന്ന് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് സർവീസിന് ഇതിന് എത്ര രൂപ ആയി? ഓൾമോസ്റ്റ് ഒരു 0 ആണ്. നമുക്ക് വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണ്. അപ്പം ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണ്. സർവീസ് പാക്ക് ഒന്നും എടുത്തുകൊണ്ടല്ല, നോർമലി വരുന്നതാണ്. അപ്പം ടാറ്റയുടെ വണ്ടികൾക്ക് ഫസ്റ്റ് 3 സർവീസ് ഫ്രീ ആണ്. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കയറാൻ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ഇവിടെ പ്രായമായ ആപ്പുണ്ട്. നമ്മുടെ മറ്റേ പഴയ വണ്ടി ഉണ്ടല്ലോ, അതേ കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഈസി ആയിട്ട് തന്നെ വേണ്ടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചവിട്ടി കയറാൻ വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രായമുള്ള ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നതാണ്. സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്.
അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ വണ്ടി അത്രയും കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചു വന്നു. അപ്പോൾ വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം സാറ്റിസ്ഫൈഡ്. പിന്നെ ഇതിനകത്ത് 360 ഇല്ല എന്നുള്ള ഒരു മിസ്സിംഗ് ആയിട്ട്. അത് ശരിക്കും ഈ ഒരു വേരിയന്റിന് ഇല്ലെന്നാണോ അതോ നിങ്ങൾ എടുത്തപ്പം വണ്ടിക്ക് ഇല്ലാത്തതാണോ? ഈ മോഡലിന് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞുള്ളതിന് എനിക്കൊന്ന് 360 വരുന്നു. ഇതപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ്. അപ്പൊ ശരിക്കും ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പം കമ്പനി ഇറക്കിയ ടൈമിൽ 360 ഡിഗ്രി ഈ വേരിയന്റിന് അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് ഇപ്പം വണ്ടി എടുത്തിട്ട് എത്ര നാളായി? ഒരു 2 മാസമാണ്. ഇപ്പോഴത്തെ വേരിയന്റ് കറന്റ് അപ്ഡേറ്റഡ് ആയിട്ട് 360 ഡിഗ്രി ക്യാമറയും അത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണ് നമ്മള് ഒരു എത്ര ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര ആയതായിരുന്നു? 25 ഓൾമോസ്റ്റ് ഒരു 25 lakhs കൊടുത്ത് ഒരു വണ്ടി ഇറക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പം അത്രയും സിസ്റ്റവും ടെക്നോളജി അത്രയും അഡ്വാൻസ് ആയപ്പം 360 ഡിഗ്രി ക്യാമറയും കൂടെ വണ്ടിക്കൊരു അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്നത് വെച്ചാൽ ഫുൾ പാനോറാമിക് സൺറൂഫ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ എന്റർടൈനിങ് ആയിരിക്കും. അവർക്ക് നമ്മളിത് ഫുൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ തലയൊക്കെ ഇതിന്റെ പുറത്തിട്ടോണ്ടൊക്കെ എൻജോയ് ചെയ്താൽ അത്രയും സേഫ് അല്ല, എന്നാലും പിള്ളേർക്ക് കുറച്ചുകൂടി എന്റർടൈൻ. കാരണം ഫുൾ പാനോറാമിക് സൺറൂഫ് ആണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് റോ മാത്രം കംപ്ലീറ്റ്ലി റിമൂവബിൾ ആണ്. സെക്കൻഡ് റോ എന്ന് വെച്ചാൽ ബാക്കിലേക്ക് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് ഈസിലി ആക്സസിബിൾ ആണ് ഇതിന്റെ സൺറൂഫ് വരുന്നത്. ഫുൾ പാനോറാമിക് സൺറൂഫ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രാ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? നമ്മള് ഡേ ടൈമിൽ ഒന്നും ഓപ്പൺ ചെയ്തില്ല. ഡസ്റ്റിന്റെ പ്രശ്നമൊക്കെ നമ്മുടെ ഇന്ത്യൻ റോഡല്ലേ, പറയേണ്ട കാര്യമില്ല. നൈറ്റ് ഒക്കെ നമ്മൾ അത്യാവശ്യം സൺറൂഫ് ഒക്കെ ഓപ്പൺ ആക്കിയാണ് വന്നത്. കാരണം കുറച്ച് തണുപ്പും കുറച്ചുകൂടെ കംഫർട്ടാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിലും. ഇവർക്ക് രാത്രിയാവുന്ന കുറച്ച് കാറ്റ് കൊള്ളണം എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു നേരിട്ട് നമുക്ക് ആ സമയത്ത് നല്ലതാണ്. നമ്മളിത് നമ്മൾ ഈ വളയർ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വന്ന് മഴയൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ നല്ല രസമായിരുന്നു. ടാറ്റ സഫാരി ഡാർക്ക് എഡീഷന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പഞ്ചാബിൽ നിന്ന് കേരളം വരെ ഓടിച്ചു വന്നതിന്റെ ഒരു ഡീറ്റെയിൽ ട്രാവൽ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ ഇതുപോലെ വണ്ടിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അതുപോലെ വണ്ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വണ്ടി കേരളത്തിൽ വന്നതിന് ശേഷം തിരിച്ച് പഞ്ചാബിന് പോയ ടൈമിൽ കിട്ടിയ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഇപ്പം ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് അതിനകത്ത് പറയുന്നത് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് വന്ന ടൈമിലാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കിലോമീറ്റർ കൂടുതൽ ഓടിയപ്പോൾ 17.1 ആണ് ഇതിൻ്റെ ഒരു ലോങ് സ്ട്രെച്ച് ഹൈവേയിൽ ലഭിച്ചത്. അത്യാവശ്യം ഒരു 80+ കിലോമീറ്റർ ഒക്കെ ആ ഒരു സ്പീഡ് റേഞ്ചിൽ പോയപ്പോഴാണ് ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ലഭിച്ചത്. പിന്നെ ശരിക്കും വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. മെയിനായിട്ട് നമ്മുടെ റോഡ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും. കേരളത്തിലെ റോഡ് കണ്ടീഷൻ അതുപോലെ ട്രാഫിക് അത് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വണ്ടിയിലെ പാസഞ്ചേഴ്സും വണ്ടി ഫുൾ ഓർഡേഡ് ആണ്, അതനുസരിച്ചും മൈലേജിൽ ഡ്രോപ്പ് വരുന്നതാണ്. അതുകൂടാതെ തന്നെ ടയറിൻ്റെ പ്രഷർ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എയറൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് എല്ലാം നോക്കുന്ന ടൈമിലാണ് കറക്റ്റ് ഇവർ കമ്പനി പറയുന്ന ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വണ്ടിയും കൊണ്ട് തിരിച്ച് പഞ്ചാബിന് പോയ ടൈമിൽ കുറച്ച് ടെറൈൻസ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. അപ്പം പല ടെറൈൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് വെറ്റ്, സാൻഡ്, മോഡെന്നൊക്കെ അതനുസരിച്ച് നമുക്ക് മോഡ് മാറ്റി നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പല ടെറൈൻസും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷ്വലാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ എല്ലാത്തരം ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ടു എംടി, ട്രിപ്പ് ടൈം, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അത്ര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ മോഡ് മാറ്റുന്നതനുസരിച്ച് അതുപോലെ തന്നെ വണ്ടി പല ടെറൈൻസിലൂടെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് വോയിസ് അസിസ്റ്റൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ എല്ലാത്തരം ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ്, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഉടൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.